കറ്റാലൻ ജനതയുടെ വികാരമായ ഒരു ക്ലബ് ബാഴ്സലോണ ടിക്കി ടാക്കയുമായി ലോകം കീഴടക്കിയവർ. ഗാർഡിയോള, ലൂയിസ് എൻറിക്കെ, എർണസ്റ്റോ വാൽവെർഡെ എന്നിവരുടെ കീഴിൽ ട്രോഫികൾ ഓരോന്നായി ഷെൽഫിലെത്തിയിരുന്ന കാലം. മെസ്സി, സുവാരസ്, നെയ്മർ തുടങ്ങിയ താരങ്ങൾ ടീം വിടുകയും സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ട്രാൻസ്ഫർ വിപണിയിൽ വിലക്ക് നിലനിൽക്കുന്ന കാലം. അതിനെ തുടർന്ന് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ കഴിയാതെ വന്നതോടെ ബാഴ്സ ടീമിനെ ആർക്കു വേണമെങ്കിലും തോൽപ്പിക്കാം എന്ന അവസ്ഥയിലേക്ക്. ഈ അവസ്ഥയിലാണ് ബാഴ്സ മാനേജ്മെന്റ് അയാളെ ടീമിന്റെ മാനേജറായി ചുമതലയേൽപ്പിക്കുന്നത്. ബയൺ മ്യൂണിക്കിനെ തുടർച്ചയായി 6 തവണ ചാമ്പ്യന്മാരാക്കിയ സാക്ഷാൽ ഹാൻസി ഫ്ലിക്ക് അദ്ദേഹത്തെ ബാഴ്സ മാനേജറായി ചുമതലയേൽപ്പിക്കുന്നു. വിലക്കിനെ തുടർന്ന് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ കഴിയാതെ വന്നതോടെ ഫ്ലിക്ക് ലാമാസിയിൽ നിന്നും ഒരു പിടി യുവതാരങ്ങളെ ടീമിലെത്തിക്കുന്നു. യുവതാരങ്ങളുടെ കളിമുഖവും ഫ്ലിക്കിന്റെ തന്ത്രങ്ങളും കൂടിയായപ്പോൾ ബാഴ്സയുടെ നല്ല കാലം തെളിയുന്നു. തുടർന്ന് നടന്നത് ലാലിഗയിൽ ബാഴ്സയുടെ തേരോട്ടം. 13 കളികളിൽ ബാഴ്സ തോൽക്കേറിയത്തെ മുന്നോട്ട് 13 കളികളിൽ 11 ജയവും 2 സമനിലയും. ഈ മത്സരങ്ങളിലായി 44 ഗോളുകളാണ് ടീം അടിച്ചുകൂട്ടിയത്. ലാലിഗയിൽ 26 കളികളിൽ 57 പോയിന്റുമായി ഇപ്പോൾ 1ാം സ്ഥാനത്താണ് ബാഴ്സ. അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും കിരീട പോരാട്ടത്തിൽ ഒപ്പമുണ്ടെങ്കിലും ഹാൻസി ഫ്ലിക്കിന്റെ ചിറകിലേറി ഇത്തവണത്തെ ലീഗ് കിരീടം നേടുമെന്ന് തന്നെ കരുതാം. ഇപ്പോൾ ലോകത്തെ പുതിയൊരു വിശേഷമായി